എന്തു പറ്റി നമ്മുടെ കൗമാരക്കാരായ മക്കൾക്ക്? ശുദ്ധപ്രകൃതിയോട് കൂടി പിറന്നു വീഴുന്ന നമ്മുടെ മക്കൾക്ക് ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് നല്ലൊരു സംസ്കാരം ലഭിച്ചുകൊണ്ട് വളരുവാനുള്ള ഒരു വളക്കൂറുള്ള മണ്ണിലല്ല നമ്മുടെ മക്കൾ ജനിച്ചു വീഴുന്നതും വളരുന്നതും എന്നാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് ഇത്തരം അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം ഇത്തരം കുട്ടികളിൽ വെറുപ്പും വിദ്വേഷവും നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഇത്തരം മനോഭാവം ഉണ്ടാവാനുള്ള സാഹചര്യം ആ കുട്ടികൾ വളർന്നു വരുന്ന ചുറ്റുപാടിൽ നിന്നാണല്ലോ അവരിൽ ഉണ്ടായത്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് മാറാൻ ഉണ്ട്. നമ്മൾ നന്നാവുമ്പോഴേ, നമുക്ക് നല്ലൊരു മാതൃകാ ജീവിതം കാഴ്ചവെച്ച് കൊടുക്കാൻ സാധിക്കുമ്പോഴേ നമ്മുടെ മക്കൾ നല്ലൊരു അവസ്ഥയിൽ വളരുകയുള്ളൂ. എവിടെയൊക്കെയോ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരം അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവരും മാറി ചിന്തിച്ചുകൊണ്ട് അവനവന്റെ ഉള്ളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തണം. സമാധാനവും സന്തോഷവും ഒക്കെ തേടി പുറം ലോകത്തേക്കാണ് മനുഷ്യർ ഓടുന്നത്. എന്നാൽ ആരടുത്ത് നമ്മൾ പോയാലും കുറച്ചു സമയം, കുറച്ച് ദിവസങ്ങളാണ് നമുക്ക് ആശ്വാസം ലഭിക്കുക. വീണ്ടും അതേ അവസ്ഥയിലേക്ക് തന്നെ നമ്മുടെ മനസ്സ് മാറുന്നതാണ് നമുക്ക് അനുഭവം. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തെയും സമാധാനത്തെയും ആത്മശക്തി, തിരിച്ചറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിച്ചാൽ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ സ്നേഹവും ദയയും ഐക്യവും വിട്ടുവീഴ്ചയും ഒരുമയും എല്ലാം നമ്മുടെ ഉള്ളിൽ നമുക്കുണ്ടാക്കിയെടുത്താൽ നമ്മുടെ മക്കൾക്ക് ഇത്തരം ഒരു പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരികയില്ല. ഒരു സമാധാനമുള്ള അന്തരീക്ഷമല്ല കുട്ടികൾ വളരുന്ന വീടുകളിൽ ഉള്ളത് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും കച്ചറയും വഴക്കുമൊക്കെയുള്ള അന്തരീക്ഷത്തിലാണ് ഇത്തരം കുട്ടികൾ വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വിത്തുകൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ഒരു നിസ്സാര തെറ്റിന്, നിസ്സാര ഒരു പ്രശ്നത്തിനാണ് ഒരു വിലയും കൽപ്പിക്കാതെ ഈ കുട്ടികൾ ഇത്തരം തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇവനോട് ഈ രൂപത്തിൽ പെരുമാറിയത്. ഇത്തരം സംഭവങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാവരുത്, ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ മക്കളെയെല്ലാം നമുക്ക് നല്ല അറിവും സംസ്കാരവും കൊടുത്ത് നല്ലൊരു ജീവിതം, മാതൃകാ ജീവിതം കാണിച്ചു കൊടുത്ത് നല്ലൊരവസ്ഥയിലേക്ക് ഉയർത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ മരണപ്പെട്ട ഷഹബാസ് എന്ന മോന്റെ ഉമ്മക്കും ഉപ്പക്കും ക്ഷമയും സമാധാനവും ഐശ്വര്യവും അനുഗ്രഹപൂർണമായ ഒരു ജീവിതവും ഉണ്ടാവട്ടെ. ഇതിനു മുന്നേ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ് അതിൽ നിന്ന് നമ്മളാരും മോചനം നേടിയിട്ടില്ല. അതിനു മുന്നെയാണ് അടുത്ത വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. നന്മകൾ ഇത്ര വേഗം പ്രചരിക്കൂല. ഇത്തരം സംഭവങ്ങൾ പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിലേക്കും അറിവിലേക്കും എത്തും. അതാണ് തിന്മക്കുള്ളൊരു ശക്തി. അതുകൊണ്ട് സന്തോഷമുള്ളൊരു ജീവിതത്തിലേക്ക് എല്ലാവർക്കും എത്താൻ നല്ലൊരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഗോൾ സെറ്റൊക്കെ ചെയ്തുകൊണ്ട് കുട്ടികളുടെ ശ്രദ്ധ, ലൈഫ് നല്ലൊരവസ്ഥയിലേക്ക് വളരുന്നത്, നല്ലൊരു ഗോൾ സെറ്റ് നടത്തിക്കൊണ്ട് അവർക്ക് ദിശാബോധം നൽകുന്ന ഒരവസ്ഥയിൽ നമ്മുടെ കുട്ടികളെ വളർത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.